അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓസ്ട്രേലിയയിലോട്ടാണ്. പക്ഷേ ഇതൊരു ട്രിപ്പല്ല, ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ വീഡിയോ കൊച്ചിയിൽ നിന്ന് സിഡ്നിയിലോട്ട് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഏർലി മോർണിംഗ് 4 o'clock നല്ല മഴയത്ത് യാത്ര തുടങ്ങി 6 മണിയായപ്പോൾ കൊച്ചി എയർപോർട്ടിലെത്തി. 25 kg ആണ് അലൗഡ് ആയിട്ടുള്ള ലഗേജ്. പക്ഷെ ഞാൻ 35 kg പോകുന്നത്. ഇടയ്ക്കൊരു നെക്രോൾ പില്ലോ ഒക്കെ മേടിച്ചു കേട്ടോ. 15 hours ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടതാണല്ലോ. അങ്ങനെ ഏകദേശം 10,000 എക്സ്ട്രാ പേ ചെയ്ത് ലഗേജ് സെറ്റാക്കി. ഇമിഗ്രേഷൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഗേറ്റ് എവിടാന്ന് കണ്ടുപിടിച്ചിട്ട് എന്റെ സ്ഥിരം പല്ലവിയായ ലോഞ്ചിലോട്ട് പോയി. വെറും 1 രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ. രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് എടുത്തത്. കുട്ടി ദോശയും കുട്ടി വടയൊക്കെ. ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുവാണേലും വർക്കിങ്ങിലും കൂടെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം പണിയെടുത്തു. ചുമ്മാ എന്തിനാ ഒരു അവധി കളയുന്നത് അല്ലേ? ഫ്ലൈറ്റിലും ഇരുന്ന് വർക്കാമല്ലോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി 9 മണിയായപ്പോൾ ടേക്ക് ഓഫും ചെയ്തു. എന്റെ സ്ഥിരം പരിപാടിയാണ് എല്ലാ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഞാൻ ക്യാപ്ചർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കേട്ടോ, കേരളത്തിലെ പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേക്ക് ഓഫ് സീന് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ഫ്ലൈറ്റ് ഒന്ന് സ്റ്റേബിൾ ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. രാവിലെ തന്നെ ബിരിയാണിയാണ്. ചോക്ലേറ്റ് ബഡ്സ് ഒക്കെ വെച്ച് ബനാന കേക്ക് കൊണ്ട് ഏകദേശം 3 hours കൊണ്ട് തന്നെ ഡൽഹിയിലെത്തി. ഫുൾ ഫോഗാണ് കേട്ടോ ഇവിടെ. ഈ പൈലറ്റിനെയൊക്കെ സമ്മതിക്കണം, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഡൽഹി എയർപോർട്ട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വരുന്നത് ഈ വിഷ്വലാണ്. ഇവിടെ 2 മണിക്കൂറാണ് ലേ ഓവർ. പക്ഷേ ഇമിഗ്രേഷൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ സമയവും പോയി. അമ്മാതിരി ചെക്കിംഗ് ആയിരുന്നു കേട്ടോ. 12 hours കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇരിക്കണം. അതൊരു വലിയ ചലഞ്ചാണ്. അതിന്റെ വിശേഷവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാവേ. ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.